തിരുവചന ശുശ്രൂഷിക്കാൻ സമയം വേർതിരിക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ സജി തോമസ് അവറുകൾ നമ്മുടെ മധ്യേ സന്നിഹിതനായിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ നാളുകൾ അരുണാചലിൽ തൻ്റെ സർവീസിന് ശേഷം ഇപ്പോൾ നാട്ടിലായിരിക്കുന്നു, ട്രിവാൻഡ്രത്ത് ഇപ്പോൾ താമസിക്കുന്നു. കർത്താവിൻ്റെ ദാസനും ദാസിക്കും അതുപോലെ ദാനം കൊടുത്ത കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും അനേക ദിവസങ്ങൾക്ക് ശേഷം തന്നെ നേരിൽ കാണുവാൻ കഴിഞ്ഞ് സന്തോഷിക്കുന്നു. കർത്താവ് തന്നെ ശക്തമായി കരങ്ങളെടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ സമയം 7 മണി വരെയുള്ള സമയം കർത്താവിൻ്റെ ദാസന് തിരുവചനത്തിന് അരമണിക്കൂർ എടുക്കാവുന്നതാണ്. മുന്നോട്ടുള്ള അരമണിക്കൂർ അൺമ്യൂട്ട് ചെയ്താട്ടെ സഹിച്ച. ക്യാമറ ഫോൺ സ്വല്പം കൂടെ ഒന്ന് താഴ്ത്തി വെക്കാമോ? സോറി, മുഖം മുഴുവൻ കാണാൻ വയ്യ. ഫോൺ കുറച്ചുകൂടെ ഒന്ന് താഴോട്ടൊന്ന് വെക്കാമെങ്കിൽ നല്ലതായിരിക്കും. മതി. ഗുഡ്. മതിയല്ലോ. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അനുഗ്രഹീത നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. തിരുസന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിപ്പാനും വചനം കേൾക്കാനും ചുരുക്കം പേരായി ഇന്ന് പ്രഭാതത്തിൽ സമയം വേർതിരിച്ചു തന്നോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ പ്രഭാത വന്ദനങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് അറിയിക്കുന്നു. കർത്താവ് ഇവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എന്നെ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച പ്രിയ പാസ്റ്റർ സുനിൽ കുമാർ അവർകൾക്കും കുടുംബത്തോടുമുള്ള എൻ്റെ നന്ദിയെ ഞാൻ രേഖപ്പെടുത്തുന്നു. ദീർഘവർഷങ്ങളായി അദ്ദേഹവും കുടുംബവുമായി നല്ല പരിചയമുണ്ട് എനിക്ക്. എന്നാൽ ചില നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തെ ഞങ്ങൾ ഫോണിൽ കൂടെ സംസാരിക്കാറുണ്ട്. എങ്കിലും ഇന്ന് പകൽക്കാലം ഒരുമിച്ചായിരിക്കുന്നത് ദൈവഹിതമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തെയും മിനിസ്ട്രിയൊക്കെ കർത്താവ് ഈ ദിവസങ്ങളിൽ വിപുലമാക്കട്ടെ. കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി അധ്വാനിപ്പാൻ ഓടുവാനും കർത്താവ് തിരഞ്ഞെടുത്തതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അരമണിക്കൂർ സമയം എനിക്ക് നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. എൻ്റെ പേര് സജി തോമസ്. തിരുവനന്തപുരത്തെ കുടുംബമായി പാർക്കുന്നു. ദൈവം ഓരോ ദിവസവും ശ്രേഷ്ഠമായി നടത്തുന്ന വിധങ്ങൾക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. വേഗത്തിൽ നമ്മുടെ മുമ്പിൽ സമയമില്ലാത്തത് കൊണ്ട് വേഗത്തിൽ ഒരു തിരുവചന വേദഭാഗം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലിരിക്കുന്ന ഒരു നിമിഷം വേറെ 1000 നിമിഷത്തെക്കാൾ ഉത്തമമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. ഈ പ്രഭാത വേളയിൽ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്, വ്യക്തിപരമായ ജീവിതത്തിന് ഏറ്റവും നന്ന് എന്ന് പറയത്തക്ക ഒരു അനുഭവത്തിൽ ഇന്ന് പകൽക്കാലം കർത്താവ് ഈ പ്രഭാത വേളയിൽ കർത്താവ് നമ്മെ നടത്തട്ടെ, നയിക്കട്ടെ. ആത്മാവ് നമ്മെ നയിക്കട്ടെ. അതിനായി നാം പ്രാർത്ഥനയോട് ദൈവസന്നിധിയിലായിരിക്കാം. പത്രോസ് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കുമോ? അതോ ഞാൻ തന്നെ വായിക്കണോ? വായിക്കാം. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഇങ്ങനെ മതി. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. സ്തോത്രം, ഹല്ലേലൂയ. പത്രോസ് ഈ ലേഖനം എഴുതിയത് 3-ാം നൂറ്റാണ്ടിലാണെന്ന് പറയപ്പെടുന്നു. ചരിത്രകാരന്മാരും ബൈബിൾ പണ്ഡിതരും അത് രേഖപ്പെടുത്തുന്നുണ്ട്. 3-ാം നൂറ്റാണ്ടിൽ പത്രോസിനാൽ രചിക്കപ്പെട്ടതായ ഈ വേദഭാഗം ജാതികളായിരിക്കുന്നവർക്ക് വേണ്ടി, വിശ്വാസത്തിൽ ജാതികളുടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പത്രോസ് ലേഖനം എഴുതുകയാണ്.
അവരുടെ ഇടയിൽ പ്രചരിച്ചു പോകുന്ന ദുരുപദേശങ്ങളെ ഒക്കെ നേരിട്ടുകൊണ്ട് വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തി കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ ജനത്തെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു ലേഖനമാണ് ഇവിടെ നമ്മൾ ലേഖനത്തിന്റെ ആദ്യ അധ്യായത്തിലുള്ള വാക്യമാണ് നമ്മൾ വായിച്ചത്. സ്തോത്രം. ഇതിന്റെ തുടക്കത്തിൽ പത്രോസ് പറയുന്നത് നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പത്രോസ് പറയും ഞങ്ങൾക്ക് ലഭിച്ചതായ വിലയേറിയ വിശ്വാസം. സ്തോത്രം. ഹല്ലേലൂയ. അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. സ്തോത്രം. ആ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്കാണ് പത്രോസ് ഇവിടെ ലേഖനം എഴുതുന്നത്. പത്രോസിന്റെ ഭാഷയിൽ ഈ വിശ്വാസം ഒരു സാധാരണ വിശ്വാസമല്ല, മറ്റെന്തിനേക്കാളും വിലയേറിയ ഒരു വിശ്വാസമാണ് സ്വർഗത്തിലെ തമ്പുരാൻ തന്റെ നീതിയാൽ തന്റെ ജനത്തിന് നൽകപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. വിളിച്ചവർ അനേകരുണ്ട്, എങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമെന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നു. ആമീൻ. പത്രോസ് ഇവിടെ പറയുന്നത് ആമീൻ ഞങ്ങൾക്ക് ലഭിച്ച അതേ വിലയേറിയ വിശ്വാസം. അപ്പോൾ നമ്മൾ ഇന്ന് പകൽക്കാലം വിശ്വാസികളുടെ വിശ്വാസി എന്ന ലേബലോടുകൂടി നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഞാൻ പ്രാപിച്ചതായ വിശ്വാസം അത് ഒട്ടും കുറവുള്ളതല്ല, ഒട്ടും മോശപ്പെട്ട കാര്യമല്ല, പിന്നെയോ ദൈവസന്നിധിയിൽ അത് ഏറ്റവും ശ്രേഷ്ഠമായതും വിലയേറിയതുമാണ് എന്ന ഉറപ്പോടുകൂടി ദൈവസന്നിധിയിൽ നമ്മളായിരിക്കണം. ആമീൻ. സ്തോത്രം. ഇതിന് വിലയിടുവാൻ കഴിയുകയില്ല. നിങ്ങൾക്കറിയാം, തിരുവനന്തപുരത്തെ അമ്പലത്തിൽ ആമീൻ അനേക വില പിടിച്ച രത്നങ്ങളും കല്ലുകളും സ്വർണങ്ങളും ഒക്കെയുണ്ട്. അതിന് വിലയിടുവാൻ സാധ്യമല്ല. എത്ര കോടി രൂപയുടേതുണ്ട്, എത്ര ബില്യൺ രൂപയുടേതായ സ്വത്തുക്കളുണ്ട് എന്ന് അതിന് വിലയിടുവാൻ സാധ്യമല്ല. എന്നാൽ അതിനേക്കാൾ ഉപരിയായി നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ ആ വിശ്വാസത്തിന് സ്വർഗം മാന്യത കൽപ്പിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ ലഭിച്ച വിശ്വാസം നിങ്ങൾക്ക് ലഭിച്ചത് കൊണ്ട് ആമേൻ നിങ്ങളെ അതിൽ ഉറപ്പിച്ചു നിർത്തുവാൻ എനിക്ക് ഒരു ഞാൻ ബാധ്യസ്ഥനായതുകൊണ്ട് നിങ്ങൾക്ക് ഈ ലേഖനം എഴുതുന്നു എന്ന് പത്രോസ് പറയുകയാണ്. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആമേൻ, നമ്മൾ ഒട്ടും കുറവുള്ളവരല്ല. ലോകം നമ്മെ നോക്കുമ്പോൾ നമ്മൾ കുറവുള്ളവരാണ്. ആമേൻ. സ്തോത്രം. എപ്പോഴും പാട്ടും പ്രാർത്ഥനയും ഉപവാസവും ആരാധനയും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. പുറത്തു നിന്ന് നോക്കുമ്പോൾ അത് മ്ലേച്ഛകരമായി അവർക്ക് തോന്നും, അവർ മതപരിവർത്തനമായി അവർക്ക് തോന്നും. എന്നാൽ ഉറപ്പോടെ നെഞ്ചത്ത് കൈവച്ച് നമുക്ക് പറയുവാൻ സാധിക്കണം, എൻ ദൈവത്തിന്റെ നീതി എന്നെ തേടി എത്തിയത് കൊണ്ട് ആമീൻ വിശ്വാസത്തോടെ ഇന്ന് പകൽക്കാലവും ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ അത് ചെറിയ വിശ്വാസമല്ല, ഒരു വിലയേറിയ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ദൈവത്തിന് കൃപ എന്റെ മേൽ ചൊരിഞ്ഞു, ദൈവ കൃപ എന്റെ മേൽ ചൊരിഞ്ഞു. അതുകൊണ്ട് ഞാൻ ആയിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ബാക്ക്ഗ്രൗണ്ട് അല്ല, എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ല, എന്റെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് അല്ല, എന്റെ സമ്പത്തോ എന്റെ ബാങ്ക് ബാലൻസോ നോക്കിയിട്ടില്ല. കർത്താവ് ആ വിശ്വാസം എന്റെ മേൽ പകർന്നത്. പിന്നെയോ ദൈവത്തിന്റെ നീതി. ആമീൻ. സ്തോത്രം. ഉറപ്പോടെ പറയുവാൻ കഴിയണം, ദൈവത്തിന്റെ നീതി എന്റെ മേൽ ചൊരിഞ്ഞു. സ്തോത്രം. ഏതെങ്കിലും നഷ്ടപ്പെട്ട സ്വർഗീയ അനുഭവങ്ങളിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ തമ്പുരാൻ തന്റെ നീതി നമ്മുടെ മേൽ വെളിപ്പെടുത്തിയത് കൊണ്ടാണ് ഇന്നും ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ തന്നത്. ഹല്ലേലൂയ. യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടതായ കള്ളൻ, ആ രണ്ട് കള്ളന്മാരുടെ മധ്യ തൂക്കപ്പെട്ടതായ യേശുവിനോട് ഒരു കള്ളൻ പറയുന്നു, ആമേൻ, മറ്റേ കള്ളൻ നിന്ദിച്ചപ്പോൾ പറയുന്നു, നീ എന്തിന് നിന്ദിക്കുന്നത്? സമശിക്ഷാവധിയിലായിട്ടും നീ നിന്ദിക്കുന്നത് എന്ത്? സ്തോത്രം. നമ്മൾ യോഗ്യമായത് അനുഭവിക്കുന്നു. നമ്മൾ ചെയ്ത രാജ്യദ്രോഹത്തെ കുറ്റം ആമീൻ നിയമസംഹിത അനുസരിച്ച് ആമീൻ നമ്മൾ ശിക്ഷാവധിയിലായിരിക്കുന്നു. ക്രൂശ് എന്ന ശപിക്കപ്പെട്ട ആ സ്തോത്രം, ആ ശിക്ഷ
നമ്മുടെ മേൽ വന്നത് നമ്മൾ തെറ്റ് ചെയ്തത് കൊണ്ടാണ്. എന്നാൽ ഹല്ലേലൂയ, ഈ നമ്മുടെ മധ്യേ കിടക്കുന്ന ഈ മനുഷ്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ആ കള്ളൻ പറയുന്നത്, നീ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ, ഹല്ലേലൂയ, ഇസ്രായേലിലെ വീണ്ടെടുപ്പിനായി നീ മടങ്ങി വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ എന്ന്. എന്നാൽ യേശുവിന്റെ നീതി ആ മനുഷ്യന്റെ മേൽ വെളിപ്പെട്ട് വന്നല്ലോ. നമുക്കറിയാം, യേശു അവനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടി പറുദീസയിൽ ഇരിക്കും. അതാണ് ദൈവത്തിന്റെ നീതി. നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത്, നമ്മൾക്ക് യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് ദൈവത്തിന്റെ നീതി നമ്മെ തേടി എത്തി. ആമേൻ, ഹല്ലേലൂയ. ആ വിശ്വാസം, വിലയേറിയ വിശ്വാസം നമ്മുടെ മേൽ പകർന്നു തന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഈ തിരുവചന ഭാഗങ്ങളൊക്കെ താഴോട്ട് വായിക്കുമ്പോൾ അതിന്റെ ഇങ്ങനെ വായിക്കുന്നു, അതിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ വായിക്കാം. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. സ്തോത്രം. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമനോഹരവുമായ അതിമഹത്വവുമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. വിളിച്ച ദൈവത്തിന്റെ ആമേൻ, സ്തോത്രം. ആ വിളിയിൽ നമുക്ക് അതിമഹത്തായ ഒരു വാഗ്ദത്തമുണ്ട്. ഇതാ വിശ്വാസികൾ മറന്നു കളയരുത്. കേവലം നമ്മുടെ ഈ ഭൂമിയിലെ നമുക്ക് വേണ്ട ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നമ്മെ വിളിച്ചത്. അതിലുപരിയായി ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, അതിമഹത്തായ ഒരു വാഗ്ദത്തം നമുക്ക് ഒരുക്കിയിട്ടാണ് യഹോവയാം ദൈവം നമ്മെ വിളിച്ചത്. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹമല്ല ആ പരമപ്രധാനമായ ലക്ഷ്യം. ഒരു ഭവനം ചമയ്ക്കുക എന്നുള്ളതല്ല പരമപ്രധാനമായ ലക്ഷ്യം. ആമീൻ. പിന്നെ സാമ്പത്തികമായ ഒരു ബ്രേക്ക് ത്രൂ ലഭിക്കുക മാത്രമല്ല അത് പരമപ്രധാനമായ ഒരു ലക്ഷ്യം. പിന്നെയോ നമുക്ക് വേണ്ടി ഒരുക്കിയ ആ മഹത്തായ വാഗ്ദത്തം. വെറും വാഗ്ദത്തമല്ല. ഇവിടെ തിരുവചനം 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ നമുക്ക് വിലയേറിയതും അതിമനോഹരവുമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ വിളിക്കുമ്പോൾ ആമീൻ, ദൈവം നമ്മെ വിളിക്കുമ്പോൾ, തെരഞ്ഞെടുക്കുമ്പോൾ ആമീൻ, നമുക്ക് വാഗ്ദത്തങ്ങൾ, ആ വാഗ്ദത്തത്തെ കുറിച്ച് ഇവിടെ പറയുന്നത് ആമീൻ, അത് വിലയേറിയ വാഗ്ദത്തമാണ്, അത് മഹത്തായ വാഗ്ദത്തമാണ്. ഇതിനെ മറന്നു കളഞ്ഞിട്ട് ഒരു ആത്മീയ ജീവിതവും ഒരു ക്രിസ്തീയ ജീവിതവും ഇല്ല. സ്തോത്രം. എന്താണ് അതിമഹത്തായ വാഗ്ദത്തം? ഒരു നാൾ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ എൻ്റെ പ്രിയനോടുകൂടെ വസിക്കും. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ആമേൻ ഭവനം ഒരുക്കുവാൻ പോയ യേശു കർത്താവ് മടങ്ങി വന്ന് എന്നെ ചേർക്കും. ഈ ലോക ജീവിതത്തിൽ എൻ്റെ ആയുസ്സിനിടയിൽ ആമേൻ വന്നില്ല എങ്കിലും ആമേൻ, ഞാൻ മണ്ണിനടിപ്പെട്ടു പോയാലും അവിടെ കാഹള ശബ്ദം ആ ഉയർപ്പിക്കുന്ന ഒരു സുദിനമുണ്ട്. ഞാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. എന്റെ പ്രിയനോടുകൂടി മണവാളനെ സ്വീകരിപ്പാൻ ഞാൻ ആമേൻ എടുക്കപ്പെടും. ആമേൻ. ആ ഒരു വിശ്വാസമാണ് അതിമഹത്തായ പ്രതിഫലം എന്ന് പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. സമയം അധികമില്ലാത്തതുകൊണ്ട് വേഗത്തിൽ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഇതിനെ കുറിച്ചൊക്കെ താഴോട്ട് ലേഖനം എഴുതിയിട്ടുണ്ട്. ആമേൻ. വിശ്വാസത്തിൽ നിന്ന് വീണുപോയവരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവര് കുരുടന്മാരെന്നാണ് അവരെ കുറിച്ച് പറയുന്നത്. അവർക്ക് ലഭിച്ചതായ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നുപോയവരാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പറയാൻ, അവരെങ്ങനെയെങ്കിലും ആയിക്കൊള്ളട്ടെ, അവരെ ശുദ്ധീകരണം മറന്നവരാകട്ടെ. ആമേൻ, സ്തോത്രം. എന്നാൽ നിങ്ങളെ കുറിച്ച് നിങ്ങൾ ഉത്തമമായ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. എന്നെ വിളിച്ചു, എന്നെ തെരഞ്ഞെടുത്തു, അതിൽ ഞാൻ ഉറച്ചു നിൽക്കും. സ്തോത്രം, ഹല്ലേലൂയ. അതാണ് പത്രോസ് പറയുന്നത്, ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. സ്തോത്രം, ഹല്ലേലൂയ. വിളിച്ചത് ശരി, തിരഞ്ഞെടുത്തത് ശരി, അത് ദൈവത്തിന്റെ നീതിയാണ്. എന്നാൽ ആ വിളിയിലും തിരഞ്ഞെടുപ്പിലും
ഉറച്ചു നിൽക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം ഓരോ വിശ്വാസിക്കുമുണ്ട്. സ്തോത്രം. ജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ പ്രശ്നങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകുന്നവരായിരിക്കാം. ഒരു കാല് വെക്കുമ്പോൾ ആമേൻ സ്തോത്രം അവിടെ താണു പോകുന്ന അവസ്ഥയായിരിക്കും. ചുറ്റുപാടുകളിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ തളർത്തുന്ന സാഹചര്യമായിരിക്കാം. എന്നാൽ ഒന്ന് പറയണം, ഒന്ന് നമ്മൾ വിശ്വസിക്കണം. ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞാൻ ആരെ വിശ്വസിക്കുന്നുവോ അവൻ എനിക്ക് മഹത്തായ വാഗ്ദത്തം തന്നിരിക്കുകയാണ്. വിലയേറിയ വാഗ്ദത്തം തന്നിരിക്കുകയാണ്. മഹത്തായ വാഗ്ദത്തം തന്നിരിക്കുകയാണ്. എന്നിലൊരു വിലയേറിയ വിശ്വാസമുണ്ട്. ആ വിശ്വാസം ത്യജിച്ച് ഞാൻ ഒരു നാളും മാറുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് അതിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുമ്പോൾ പലരും ക്ഷീണിച്ചു പോകാറുണ്ട്. മനുഷ്യരായിരിക്കുന്നവരെ ഒരു 99% ബലഹീനപ്പെട്ടു പോകാറുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം പ്രിയ സഹോദരി സഹോദരന്മാരെ, എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, അഭിഷിക്തന്മാരെ, നമ്മൾ ക്ഷീണിക്കുമ്പോൾ ദൂതനെ അയച്ച് നമ്മെ ബലപ്പെടുത്തുന്ന ഒരു സ്വർഗമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഏലിയാവ് ഓടി 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 തളർന്ന് ക്ഷീണിച്ചുറങ്ങിയപ്പോൾ ആ ഏലിയാവിന് വേണ്ടി ദൂതൻ ഇറങ്ങി വന്ന് ആഹാരം കൊടുത്ത് ബലപ്പെടുത്തി തന്റെ മുമ്പിലുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി ദീർഘദൂരം നടത്തിച്ച് ആ ശുശ്രൂഷ ചെയ്തവനാണ് നമ്മുടെ കർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ സൃഷ്ടാവാം ദൈവം. ഹല്ലേലൂയ. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്കറിയാം, ഗത്സമന തോട്ടത്തിൽ താൻ നേരിടുവാൻ പോകുന്ന പരീക്ഷയെ ഓർത്ത് യേശു ക്രിസ്തു തന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ നമ്മൾ വായിക്കുന്നത് തന്റെ രക്തത്തുള്ളികൾ വിയർപ്പ് പോലെ ഒഴുകി എന്നാണ്. സ്തോത്രം. താൻ ശാരീരികമായും മാനസികമായും താൻ തളർന്നു പോയി. സ്തോത്രം. എങ്കിലും പിതാവിനുള്ള ആ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് പറയുകയാണ്, നിന്റെ ഹിതം പോലെ ഭവിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. താൻ ക്ഷീണിതനാണ്, മാനസികമായി തകർന്നവനാണ്. അവിടെ ഒരു ദൂതനെ പിതാവ് അയച്ചു ബലപ്പെടുത്തി. സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ വരുമ്പോ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോ പൗലോസ് 275 ആൾക്കാരോടുകൂടി കപ്പൽ ഛേദത്തിൽപ്പെട്ട് കപ്പൽ തകർന്ന് തരിപ്പണമാകുമെന്ന ഒരു നിലവാരത്തിൽ എത്തിയ സമയത്ത് കർത്താവിന്റെ പൗലോസ് ഇങ്ങനെ തന്റെ കൂടെയുള്ള സഹയാത്രികരോട് പറയുകയാണ്, കർത്താവ്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവത്തിന്റെ ദൂതൻ ഇന്നലെ രാത്രിയിൽ എനിക്ക് പ്രത്യക്ഷപ്പെട്ട് എന്നെ ബലപ്പെടുത്തി. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ അരുളപ്പാട് അറിയിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തെരഞ്ഞെടുക്കപ്പെട്ട് വിശുദ്ധ ജനത്തെ, വിശ്വാസത്തിൽ നിൽക്കുന്ന വിശുദ്ധ ജനം എവിടെ ബലഹീനമായിട്ടുണ്ടോ അവിടെ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഒരുപക്ഷെ ദൂതൻ നമുക്ക് മുമ്പ് നമ്മുടെ അടുക്കലേക്ക് കടന്നു വന്നില്ലായിരിക്കാം. പക്ഷേ തിരുവചനം, ആ തിരുവചനം നമുക്ക് നൽകി, തിരുവചനം നമുക്ക് നൽകി നമ്മെ ബലപ്പെടുത്തുന്ന ഒരു സ്വർഗമുണ്ട് എന്ന് ഈ പ്രഭാതത്തിൽ വിശ്വസിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. തിരുവചനത്തിന്റെ സത്യങ്ങള്, വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയാണല്ലോ നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്. ആ തിരുവചനത്തിന്റെ പ്രവൃത്തികൾ നമ്മെ ആശ്വസിപ്പിക്കുന്നതാണ്. പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തുന്നതാണ്. നമ്മുടെ തളർച്ചയിലും നമ്മുടെ ബലഹീനതയിലും ശാരീരിക ക്ലേശങ്ങളിലും രോഗങ്ങളിലും നമ്മെ ബലപ്പെടുത്തുവാൻ സ്തോത്രം ദൈവത്തിന് പ്രസാദമുണ്ട്. എങ്ങനെയുള്ളവരെ ബലപ്പെടുത്തും? വിശ്വാസത്തിൽ ഉറപ്പോടെ നിൽക്കുന്നവരെ. സ്തോത്രം. വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊണ്ട് മുൻപോട്ട് പോകുന്നവർക്ക് വേണ്ടി സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വന്ന് ബലപ്പെടുത്തുന്ന ഒരവസ്ഥയുണ്ട്. സ്തോത്രം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കർത്താവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. യിരെമ്യാ പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു. 17-ാം അധ്യായത്തിൽ അതിന്റെ 4-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെ, യഹോവേ, നീ എന്നെ സൗഖ്യമാക്കിയാൽ
ഞാൻ സൗഖ്യമാകും. സ്തോത്രം. ഹല്ലേലൂയ. നീ എന്നെ സൗഖ്യമാക്കിയാൽ ഞാൻ സൗഖ്യമാകും. നീ എന്നെ രക്ഷിച്ചാൽ ഞാൻ രക്ഷപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. പ്രവാചകനറിയാം എന്റെ സൗഖ്യദായകൻ യഹോവയാണ്, എന്റെ രക്ഷാദായകൻ യഹോവയാണ്. മറ്റൊരിടത്തു നിന്നും രക്ഷ എനിക്ക് ലഭിക്കയില്ല. ആമേൻ. എന്നെ സഹായിക്കുന്നവൻ യഹോവ മാത്രമാണ്, നീതിയുടെ ഉറവിടമായ യഹോവ. ആമേൻ. നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ യിരെമ്യാ പ്രവാചകനോട് ചേർന്ന് നമുക്ക് പറയുവാൻ കഴിയണം, യഹോവേ, ഈ പ്രതിസന്ധിയിൽ നിന്ന് അങ്ങ് വിടുവിച്ചാൽ എനിക്ക് വിടുതലുണ്ട്. ഈ രോഗത്തിൽ നിന്ന് അങ്ങ് വിടുവിച്ചാൽ എനിക്ക് സൗഖ്യമുണ്ട്. എന്നെ രക്ഷപ്പെടുത്തിയാൽ എനിക്ക് രക്ഷയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു പ്രാർത്ഥന നമ്മളിൽ നിന്ന് ഉയരുന്നുവെങ്കിൽ നിശ്ചയമായും പരിശുദ്ധാത്മാവ് തിരുവചനം ആമേൻ നമ്മുടെ ജീവിതത്തിൽ അത് വ്യാപരിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. നമ്മൾ നേരിടുന്ന പ്രതിസന്ധിയിൽ അത് വ്യാപരിച്ചുകൊണ്ട് സ്തോത്രം നമുക്ക് വേണ്ടി വിടുതൽ കൊണ്ടുതരും. ഹല്ലേലൂയ. ഉറപ്പോടെ വിശ്വസിക്കുക, പ്രതിസന്ധികൾ മാറും. കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാവുന്ന കാര്യമാണ്. ഒന്നിന് പിന്നെ ഒന്നായി ഓരോ പ്രതിസന്ധിയിൽ കൂടി ജനം കടന്നു പോകുന്നു. വെള്ളപ്പൊക്കമായിട്ടും പകർച്ചവ്യാധിയായിട്ടും ഒന്നിനു പിന്നാലെ ഒന്നാകെ ആമേ ജനം തളർന്ന് തകർന്ന് സാമ്പത്തികമായും മാനസികമായും ഒക്കെ തകർന്ന് ഓരോ ദിവസവും മുൻപോട്ട് പോകുമ്പോൾ പ്രാർത്ഥനയുടെ അളവ് കുറയ്ക്കാതെ വിശ്വാസത്തിന്റെ അളവ് കുറയ്ക്കാതെ യഹോവേ അങ്ങ് രക്ഷിച്ചാൽ ഞങ്ങൾ രക്ഷപ്പെടും, അങ്ങ് വിടുവിച്ചാൽ ഞങ്ങൾ വിടുതൽ പ്രാപിക്കും. ചിലർ കുതിരകളിലും ചിലർ രഥങ്ങളിലും ആശ്രയിക്കുമ്പോൾ ഞങ്ങൾ ജീവനുള്ള ദൈവത്തിൽ ആശ്രയിക്കുന്നു. വിടുതലിന്റെ നായകൻ അവിടുന്നാണെന്ന പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകുന്നുവെങ്കിൽ നിശ്ചയമായും ഒരു വിടുതൽ കാണാം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ നമ്മൾ കണ്ടെത്തണം. എലീശ എന്ന പ്രവാചകൻ നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. എലീശ എന്ന പ്രവാചകനോട് തന്റെ ശിഷ്യന്മാർ പറയുന്നു, ഞങ്ങൾ പാർക്കുന്ന സ്ഥലം വളരെ ഇടുക്കമായിരിക്കുന്നു. സ്തോത്രം. ഞങ്ങളുടെ വിശാലതയ്ക്ക് കുറവ് വന്നു. ആത്മീയ ചിന്തകൾക്ക്, ആത്മീയ വളർച്ചയ്ക്ക് കുറവ് വന്നു, വിശ്വാസത്തിന് കുറവ് വന്നു. ഹല്ലേലൂയ. എന്നാൽ ഞങ്ങൾ യോർദാനോളം പോയി ഓരോരുത്തൻ ഓരോ മരം മുറിച്ചു കൊണ്ടുവന്ന് ഞങ്ങളുടെ ആ കൂടാരം ഒന്ന് വിശാലമാക്കുവാൻ, ഞങ്ങൾ പാർക്കുന്ന സ്ഥലം ഒന്ന് വിശാലമാക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. തുടർന്നുള്ള സംഭവ വികാസങ്ങളൊക്കെ നമുക്കറിയാം, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം, പ്രവാചക ശിഷ്യന്മാർക്ക് അവരുടെ അവസ്ഥയെ കുറിച്ചൊരു ബോധം വന്നു. എന്താണ്? ഞങ്ങൾ ഞെരുക്കത്തിലായിരിക്കുന്നു. ഇന്ന് പലർക്കും അറിയാൻ കഴിയുന്നില്ല, ആത്മീയ ഞെരുക്കത്തിലാണ് ഞാനെന്ന് ആരും ചിന്തിക്കുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. പള്ളിയിൽ പോകുന്നുണ്ട്, ആരാധനയുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്, എല്ലാ സപ്പോർട്ടും പാസ്റ്റർക്ക് കൊടുക്കുന്നുണ്ട്. എന്നാൽ സ്വർഗം വിലയിടുമ്പോൾ നമ്മുടെ സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗം കാര്യം കണക്ക് തീർക്കുന്ന നാളിൽ നമ്മുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ദിനങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ വിശാലത ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവര് പറയുന്നത്, ശിഷ്യന്മാർ പറയുന്നത്, ഞങ്ങൾ യോർദാനോളം ചെന്ന്, ഈ യോർദാൻ എന്ന് പറയുന്ന ചെറിയ കാര്യമൊന്നുമല്ല, വൻ കാടാണ്, പ്രതിസന്ധികളുണ്ട്, വന്യമൃഗങ്ങളുണ്ട്, യാത്രാക്ലേശമുണ്ട്. അവിടെയൊക്കെ സ്തോത്രം, അതിനെയൊക്കെ നേരിട്ട് മുൻപോട്ട് പോവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം ഒരു വിശാലത ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ആ ആവശ്യത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രവാചക ശിഷ്യന്മാര് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പിന്നീട് അവരെ എലീശയും കൂടെ കൊണ്ടുപോയി അവരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീർന്നു. യേശുവില്ലാതെ നമുക്കൊരു ആത്മീയ ജീവിതമില്ല. നമ്മൾ എന്ത് തന്നെ ചെയ്താലും എല്ലാവരും സഭാഷി പറഞ്ഞാലും, കൂടെ നിൽക്കുന്ന വിശ്വാസികൾ സഭാഷി പറഞ്ഞാലും, യേശു ഇല്ല എങ്കിൽ
നമ്മുടെ ജീവിതം ആമേൻ ആത്മീയ ജീവിതം വട്ടപൂജ്യമാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയ കാര്യങ്ങളിൽ, ആത്മീയ വളർച്ചയുടെ കാര്യങ്ങളിൽ നമ്മൾ ആമേൻ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ അല്പ സ്വാർത്ഥത ആകുന്നത് കൊണ്ട് തെറ്റില്ല. സ്തോത്രം, ഹല്ലേലൂയ. എനിക്ക് ആത്മീയമായി ഒന്ന് വളരണം. മറ്റുള്ളവരെ കുറിച്ച് ഞാൻ പറയുന്നില്ല, അതിന്റെ അടുത്തിരിക്കുന്നവന്റെ ആരാധന ശരിയല്ല എന്ന് ഞാൻ പറയുന്നില്ല, അവൻ വേണ്ടതുപോലെ കരങ്ങൾ അടിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, വചനം വേണ്ടതുപോലെ ശ്രദ്ധിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല. അവർ വചനം കേട്ടതാണ്, അവരെല്ലാം മനസ്സിലാക്കിയവരാണ്, അവരെന്ത് ചെയ്തോളട്ടെ. പക്ഷേ എന്റെ ജീവിതത്തിൽ ഒരു ആത്മീയ വളർച്ച എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം എന്റെ വിളിയും തിരഞ്ഞെടുപ്പും ഞാൻ ഉറപ്പാക്കണം. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നശിച്ചു പോകാനല്ല കർത്താവ് നമ്മെ വിളിച്ചത്. ആമേൻ. തണ്ട് വലിച്ച് വലയുന്ന ശിഷ്യന്മാരെ നോക്കി യേശു ആത്മാവിൽ ദർശിച്ചിട്ട് അവരുടെ അടുക്കിലേക്ക് നടന്നു ചെന്നതായി തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. തണ്ട് വലിച്ച് വലയുന്ന ബേത്സയിലേക്ക് പോയ ശിഷ്യന്മാരെ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 46-48 ഇങ്ങനെ കാണുന്നു. അവർ യേശുവിനെ കൂടാതെ അവർ യാത്ര ചെയ്യാണ്. യേശു പറഞ്ഞു വിട്ടതാണ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ മാർഗമധ്യേ കടൽ പ്രശ്നമായി, പ്രക്ഷുബ്ധമായ കടൽ അവരെന്ന് കൈവിട്ടു, നിലവിളിച്ചു. ആമേൻ. തണ്ട് അവരാൽ കഴിയുന്ന രീതിയിലൊക്കെ അതിനെ നിയന്ത്രിപ്പാൻ നോക്കി. യേശു ആമേൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കരയിൽ നിൽക്കുകയായിരുന്നു. ആത്മാവിൽ താൻ ഈ കാഴ്ച താൻ കണ്ടപ്പോൾ എന്താണ് കണ്ടത്? എന്റെ ശിഷ്യഗണങ്ങള്, ഞാൻ പറഞ്ഞു വിട്ട ശിഷ്യഗണങ്ങള്, ആമേൻ, ശിഷ്യന്മാരെ അവർ തണ്ട് വലിച്ച് വലയുന്നത് ഞാൻ കാണുന്നു. സ്തോത്രം. എന്റെ സാന്നിധ്യം അവർക്ക് ആവശ്യമാണ്, എന്റെ ആശ്വാസ വാക്കുകൾ അവർക്ക് ആവശ്യമാണെന്ന് ചിന്തിച്ച് ഈ 4-ാം യാമത്തിൽ ആരും കടന്നു ചെല്ലാത്ത സ്ഥലത്തേക്ക് എന്റെ യേശു തമ്പുരാൻ കടന്നു ചെല്ലുകയാണ്. മറ്റൊരു വേദഭാഗത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, പടകിൽ യേശുവിനോടൊപ്പം ഇരുന്ന ശിഷ്യന്മാര്, ആമേൻ, സ്തോത്രം, പടക് തിരമാല ഉയർന്നു വന്നപ്പോൾ യേശു പടകിൽ ഉറങ്ങുകയായിരുന്നു. യേശുവിനെ വിളിച്ചുണർത്തിയിട്ട് പറഞ്ഞു, ഗുരു, നശിച്ചു പോകുന്നതിൽ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? യേശു അത് കേട്ടിട്ട് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി അവരുടെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും നൽകി. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് ഈ കാര്യം പറഞ്ഞത് എന്തിനെന്ന് പറഞ്ഞാൽ, ആമേൻ, സ്തോത്രം, നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഉറപ്പോടുകൂടി നമ്മുടെ വിളിയെ, തെരഞ്ഞെടുപ്പിനെ ഉറപ്പോടുകൂടി മുൻപോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ എല്ലാ പ്രതിസന്ധിയിലും യേശു എന്ന നമ്മുടെ വീണ്ടെടുപ്പുകാരനുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. വീണ്ടെടുപ്പുകാരൻ യേശു നമ്മോടുകൂടെ ഉണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മളെ പറിച്ചു നട്ടത് സഭയാം തോട്ടത്തിൽ നട്ടുവെച്ചത് യെശയ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നല്ലോ, എന്റെ പ്രിയതമന് കുന്നിന് മുകളിൽ ഒരു തോട്ടം, മനോഹരമായ ഒരു മുന്തിരി തോട്ടം ഉണ്ടായിരുന്നു. അതിന്റെ കല്ലുകളൊക്കെ പെറുക്കി മാറ്റി അതിന് ചുറ്റും നല്ല വേലി കെട്ടി ഒരു ചക്കുമിട്ടു. കായ്ച്ചതോ നല്ല മുന്തിരി തൈകൾ അവിടെ നട്ടു, എന്നാൽ കായ്ച്ചത് കാട്ടുമുന്തിരിയായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കാട്ടുമുന്തിരിയുടെ അനുഭവമല്ല ഉണ്ടാകേണ്ടത്, പിന്നെയോ നമ്മുടെ യജമാനനെ സന്തോഷിപ്പിക്കുന്ന ഉത്തമമായ വീഞ്ഞ്, ആമേൻ, പ്രയോജനമുള്ള വീഞ്ഞ് നമ്മളിൽ നിന്ന് ഉണ്ടാകുവാൻ യഹോവയാം ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്, സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ്. ആമേൻ, സത്യത്തെയും ന്യായവിധിയെ കുറിച്ചൊക്കെ നമ്മെ ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ ആ സഹവാസം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, ഏത് പ്രതിസന്ധിയിലും ബലപ്പെടുത്തുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് തിരുവചനത്തിൽ കൂടി നമ്മോട് ഇടപെടും. ആ തിരുവചനങ്ങള് നമുക്ക് ബലം നൽകും, നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തില് ആ ഒരു തീരുമാനം നമുക്ക് എടുത്ത് മുന്നോട്ട് പോവാം. എന്നെ വിളിച്ചത്, എന്നെ തിരഞ്ഞെടുത്തത്, കോളിംഗ് ആൻഡ് ഇലക്ഷൻ ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നെ വിളിച്ചത്, എന്നെ തിരഞ്ഞെടുത്തത്, ആമേൻ, ഒരു മഹത്തായ വിലയേറിയതായ വാഗ്ദത്തം തന്നുകൊണ്ടാണ്. ആ വാഗ്ദത്തം
പ്രാപിപ്പാൻ എനിക്ക് സാധാരണ ഒരു വിശ്വാസമല്ല, വിലയേറിയ വിശ്വാസമാണ് യഹോവയാം ദൈവം എനിക്ക് നൽകിയിരിക്കുന്നത്. ആ വിശ്വാസത്തിൽ മുൻപോട്ട് പോകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രതിസന്ധിയുടെ മധ്യത്തിൽ തളരുവാനില്ല ദൈവജനം വിളിക്കപ്പെട്ടത്. പിന്നെയോ പ്രതിസന്ധിയുടെ മധ്യത്തിൽ കൂടുതൽ ആർജവം ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ അനേകരെ ഒരുക്കിയെടുത്ത്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഭൂമി തന്റെ അച്ചുതണ്ടിന്മേൽ സ്വയം കറങ്ങുന്നത് പോലെ സ്വയം കറങ്ങുകയും, ആമേൻ, സ്തോത്രം, അങ്ങനെ കറങ്ങുന്നത് പോലെ നമ്മൾ അനേകരെ ഒരുക്കി, നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് അനേകരെ ഒരുക്കിയെടുത്ത് മുൻപോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ തരട്ടെ. കാര്യം തീർക്കുന്ന നാളെ ഒരു ദിവസമുണ്ട്. കാര്യം തീർക്കുന്ന നാളിൽ, ആമേൻ, സ്തോത്രം, നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കണം. വിശ്വാസത്തിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കണം. ആമേൻ, പ്രതീക്ഷയുടെ കൈകൾ ബലപ്പെട്ടിരിക്കണം. ഇത് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ തളർന്നവരായിട്ടല്ല, കൂടുതൽ ശക്തി പ്രാപിച്ച് ആർജവം ഉൾക്കൊണ്ട് മുൻപോട്ട് പോകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരുപക്ഷെ, ആമേൻ, നമ്മുടെ ശാരീരികമായ ക്ലേശങ്ങളായിരിക്കാം, മെഡിക്കൽ റിപ്പോർട്ടുകളൊക്കെ നമുക്ക് അനുകൂലമല്ലായിരിക്കും, പ്രതിസന്ധികൾ പലതുണ്ട്, ആമേൻ, ഹല്ലേലൂയ, സാമ്പത്തിക ഞെരുക്കങ്ങളും ക്ലേശങ്ങളും ഉണ്ട്. എന്നാൽ നടത്തുവാൻ പ്രാപ്തിയുള്ള ഒരുവൻ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, സ്വർഗത്തിലുണ്ട്. ആ ദൈവമാണ്, ആ സൃഷ്ടാവാണ് നമ്മെ വിളിച്ചത്. ആദമിന് കിട്ടാത്ത സൗഭാഗ്യം സ്വർഗത്തിലെ തമ്പുരാൻ പുത്രനിൽ കൂടി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ആ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് നമ്മെ ഒരുക്കട്ടെ. വിളിയെ ഉറപ്പാക്കട്ടെ, തിരഞ്ഞെടുപ്പിനെ ഉറപ്പാക്കട്ടെ. അതിനെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആമേൻ, ഈ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിലും എന്നെയും കുടുംബത്തെയും ഓർക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. നമ്മൾ പത്രോസ് അപ്പോസ്തലൻ പറയാണ്, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഒക്കെ നിങ്ങൾ ഉറപ്പാക്കിക്കൊള്ളുക. പലപ്പോഴും ദൈവവിളി കേട്ടോ പുറപ്പെട്ടവര് പ്രതിസന്ധികളുടെ മധ്യത്തിലൊക്കെ ആയിത്തീരുമ്പോൾ, ഇത് എന്നെ ദൈവം വിളിച്ചതാണോ, ഞാൻ എടുത്ത തീരുമാനം ശരിയാണോ, എന്താണ് ഇത്രയും മാത്രം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും വരുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്, അങ്ങനെയുള്ളൊരു സാഹചര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഒക്കെ നിങ്ങൾ ദിനംതോറും ഉറപ്പാക്കിക്കൊള്ളുക. തൻ്റെ ജീവിതത്തിൻ്റെ സ്വന്തം അനുഭവത്തിൽ കൂടെ ആയിരിക്കാം അദ്ദേഹം അപ്പോസ്തലൻ അത് പറയുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ, കർത്താവ് എന്നെ അനുഗമിക്കും എന്ന് പറഞ്ഞപ്പോൾ വള്ളവും വലയും എല്ലാം ഇട്ട് കളഞ്ഞ് കർത്താവിൻ്റെ വിളി കേട്ട് പുറപ്പെട്ടു പോയ ഒരു വ്യക്തിയാണല്ലോ പത്രോസ്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ, എന്നിട്ട് പിന്നെ ആ കർത്താവിൻ്റെ ആ പരസ്യ ശുശ്രൂഷയിൽ മറ്റാരും പറയാത്ത, ആ 3.5 വർഷത്തിനുള്ളിൽ ആരും പറയാത്ത രീതിയിലുള്ള കാര്യങ്ങൾ അതിന് പത്രോസ് മുൻകൈ എടുത്ത് ആണ് ആ കർത്താവിന് കടൽ മീതെ നടന്നപ്പോൾ പത്രോസ് വിശ്വാസത്തോടുകൂടെ നടക്കാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ കർത്താവ് ആരാണെന്ന് ചോദിച്ചപ്പോൾ ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞു. എന്നാൽ നീ ജീവനുള്ളവനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു തന്നെയാണ്, നൂറ്റാണ്ടുകളായി ഞങ്ങൾ കാത്തിരിക്കുന്ന ആ മശിഹയാണ് നീ എന്ന് പറയുവാനുള്ള ആ ഒരു ആർജവം പത്രോസിനുണ്ടായിരുന്നു. അത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയതാണ്. അങ്ങനെയൊക്കെ വളരെ ഉന്നതമായിട്ടുള്ള രീതിയിൽ മറ്റുള്ള ശിഷ്യന്മാരെ അപേക്ഷിച്ച് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ കർത്താവിനെ പിന്തുടർന്നതായ പത്രോസ് എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. തള്ളിപ്പറഞ്ഞ് ഓൾമോസ്റ്റ് യൂദ ചെയ്തതുപോലെ തന്നെ ആയിത്തീരേണ്ടതായിരുന്നു. പക്ഷേ പത്രോസ് അതിദുഃഖത്തോടുകൂടെ കരഞ്ഞ് അനുതപിച്ച് വന്നതുകൊണ്ടാണ് പത്രോസ് മേലെ നീ പാറയാകുന്നു, ഈ പാറയിന്മേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്നൊക്കെ കർത്താവ് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. അതുകൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ പറയുകയാണ്, നിങ്ങൾ വിശ്വാസം, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഒക്കെ ഉറപ്പാക്കിക്കൊള്ളണം. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിസന്ധിയും പ്രതികൂലമൊക്കെ വരുമ്പോൾ ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ പിന്മാറിപ്പോകാനായിട്ട് ഇടയാകരുത് എന്ന് പത്രോസ് നമ്മളോട് പറയുകയാണ്. പിന്നീട് പറഞ്ഞ എന്താണ്, ഈ അതിമഹത്തായ അതിവിശുദ്ധമായ ഈ വിശ്വാസം, ആ കർത്താവിലുള്ള നമ്മുടെ ആ വിശ്വാസമാണ് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നമുക്ക് കഴിയും. കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിയുമെന്നുള്ളതായിട്ടുള്ള ആ വിശ്വാസം, അതിനേക്കാളും വിലയേറിയതായിട്ട് യാതൊന്നും തന്നെയില്ല. കർത്താവിലുള്ള ആ പരിപൂർണമായ വിശ്വാസത്തെക്കാളും വിലയേറിയതായിട്ടൊന്നും തന്നെ ഇല്ല എന്ന് നമുക്കറിയാം. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നമുക്ക് അറിയാമല്ലോ, എന്തെല്ലാം ഉണ്ടെങ്കിലും താൻ ഈ ആശയ്ക്ക് വിപരീതമായിട്ട് ആശയോടെ വിശ്വസിച്ചു എന്നാണ്. അതാണല്ലോ അവന് നീതിയായി കണക്കിട്ടു എന്ന്
എബ്രായ ലേഖന കർത്താവ് പറയുന്നത് നമുക്കുള്ള ഈ വാഗ്ദത്തങ്ങളെല്ലാം ഉണ്ട്. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ അനേകം വാഗ്ദത്തങ്ങൾ നമുക്ക് കർത്താവ് തന്നിട്ടുണ്ട്. ബൈബിളിലുള്ള വാഗ്ദത്തങ്ങളെല്ലാം നമുക്കുള്ളതാണ്. അത് വിശ്വാസത്തോടുകൂടെ നമ്മൾ ഏറ്റെടുത്ത് അതിൽ നിലനിൽക്കുകയും ആ വിശ്വാസത്തിൽ നിലനിന്ന് ആ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരുകയും ചെയ്യുക, വാഗ്ദത്തങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യുക എന്നതാണ് കർത്താവിലുള്ള ആ വിശ്വാസം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് പ്രതിസന്ധികൾ വരുമ്പോൾ പലപ്പോഴും നമ്മൾ അസ്തപ്രജ്ഞരായി തീരും. എന്ത് ചെയ്യണമെന്നറിയാതെ നിരാശരായിട്ട്, നമുക്കറിയാം അത് നമ്മൾ മനുഷ്യരായതുകൊണ്ട് അത് സ്വാഭാവികമാണ്. നമുക്കറിയാം വളരെ ശക്തനായിരുന്ന ഏലിയാ പ്രവാചകൻ പോലും അത്രമാത്രം ഒരു രാജ്യത്തിനെതിരെ ഏകനായി നിന്ന, അല്ല 950 പ്രവാചകന്മാർക്കെതിരെ, അശേരയുടെ ബാലിൻ്റെയൊക്കെ പ്രവാചകന്മാർക്കെതിരെ ഏകനായി നിന്ന ധൈര്യശാലിയായിരുന്ന ഏലിയാവ് അടുത്ത നിമിഷം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പറഞ്ഞ് ഡിപ്രസ്ഡൊക്കെ ആയി വിഷാദനായിട്ട് പറയുകയാണ്, നിരാശനായിട്ട് പറയുകയാണ്, എനിക്ക് മരിച്ചാൽ മതി. നമുക്കറിയാം വിഷാദ രോഗം വരുന്ന, ഡിപ്രഷൻ വരുന്നവരാണ് പറയുന്നത് എനിക്ക് അങ്ങ് മരിച്ചാൽ മതി. അങ്ങനെ പോയി മരിക്കുന്നതും അങ്ങനെ തന്നെ ഉള്ളവരാണ്. ധൈര്യമുള്ളവരും അല്ലെങ്കിൽ പ്രത്യാശയുള്ളവരും ഒരിക്കലും എന്തെല്ലാം വന്നാലും ഏതെല്ലാം സാഹചര്യം വന്നാലും അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കത്ത് പോലുമില്ല. എന്നാൽ ഏലിയാവ് പോലും പറഞ്ഞ എന്താണ്, ദൈവമേ എനിക്ക് മതി, നീ എൻ്റെ ജീവനെ അങ്ങ് എടുക്കണേ എന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് പ്രതിസന്ധികളുടെ മധ്യത്തിൽ തളർന്നു പോകാത്തതായിട്ടുള്ള ആ ശക്തമായ വിശ്വാസത്തോടുകൂടെ നമുക്ക് ആയിരിക്കാം. കർത്താവിൻ്റെ ദാസൻ വളരെ ശക്തമായിട്ട് തിരുവനന്തപുരത്ത് സംസാരിച്ചല്ലോ. കർത്താവ് ഈ ദിവസങ്ങളിൽ ധാരാളമായിട്ട് സഹായിക്കട്ടെ. തിരുവനന്തപുരത്ത് താൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ, കുടുംബമായിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കർത്താവ് ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷിക്കാഗോ പ്രയർ ലൈനിൻ്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.